പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് വല്ലാണ്ട് മനുഷ്യർ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ആ സാഹചര്യത്തെ മുതലെടുക്കുന്ന സവിശേഷമായ ഒരു മനോഭാവത്തെയാണ് ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ ഇറാന് നേരെ അമേരിക്ക എല്ലാ ശ്രദ്ധയോടും കൂടി അങ്ങോട്ട് ഭയപ്പെടുത്തിയും പോസ്റ്റിട്ടും കളിക്കുന്നതിനിടയിൽ നമ്മുടെ കിം ജോൺ ഉൻ, നോർത്ത് കൊറിയയിലെ കിമ്മളിയൻ, വളരെ മനോഹരമായി ഈ സമയം കൊണ്ട് പരമാവധി ആയുധങ്ങൾ പരീക്ഷിക്കലും നിർമ്മിക്കലും അടക്കമുള്ള പ്രവർത്തനങ്ങൾ വളരെ തകൃതിയായി പൊടി പൊടിച്ച് നടക്കുകയാണ്. ആ പൊടി പൊടിച്ച് നടക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണവും നടത്തി. കിം ജോൺ ഉന്നിൻ്റെ നോർത്ത് കൊറിയ റഷ്യയുമായി മാത്രം സൗഹൃദം നിലനിർത്തുകയും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളോടും കൃത്യമായ അകലം പാലിച്ച് അങ്ങനെ തുടരുകയും ചെയ്യുന്ന കിം ജോൺ ഉന്നിനെ അറിയപ്പെടുന്നത് ഡെപ്യൂട്ടി പുടിൻ എന്നാണ്. റഷ്യൻ പ്രസിഡന്റിൻ്റെ വ്ളാഡിമിർ പുടിൻ്റെ ഒക്കച്ചങ്ങായിയാണ് കിം ജോൺ ഉൻ. കിം ജോൺ ഉന്നിനെതിരെ ഒരുപാട് കഥകൾ അമേരിക്ക പലതുമൊക്കെ പ്രചരിപ്പിച്ചിരുന്നു, പല മാർഗങ്ങളുമൊക്കെ തേടിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങോട്ട് അടുക്കാൻ ട്രംപിന് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ട്രംപിന് നന്നായി അറിയാം താൻ കഴിക്കുന്നത് 3 ഗുളികയാണെങ്കിൽ കിം ജോൺ ഉൻ കഴിക്കുന്നത് 9 ഗുളികയാണെന്ന്. അതായത് 3 ഇരട്ടി ഭ്രാന്തുണ്ടെന്ന്. തൊട്ടാൽ ചുട്ടിടുവേൻ എന്ന് പറയുന്നത് പോലെയാണ് കിം ജോൺ ഉൻ അളിയൻ്റെ പ്രവൃത്തി. ഈ ഇറാൻ്റെ യുദ്ധസമയത്ത് തന്നെ പല ആയുധങ്ങളും അതിനു മുമ്പേ നോർത്ത് കൊറിയ ഇറാന് കൈമാറിയതായി അമേരിക്കയ്ക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു വാചകം കൊണ്ട് പോലും കിം ജോൺ ഉന്നിനെ വേദനിപ്പിക്കാനോ എന്തെങ്കിലും കുറ്റപ്പെടുത്താനോ ട്രംപ് തയ്യാറല്ല. ICBM ഹോങ്സോങ് 17 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മിസൈല് നോർത്ത് അമേരിക്ക വരെ ഏതാണ്ട് 15,000 കിലോമീറ്റർ കവർ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ഏഷ്യ പൂർണ്ണമായും യൂറോപ്പും ഇതിൻ്റെ നിയന്ത്രണത്തിലാണ്. 13,000 കിലോമീറ്റർ കവർ ചെയ്യുന്ന ICBM, 4,500 കിലോമീറ്റർ കവർ ചെയ്യുന്ന IRBM, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ചിലുള്ള മിസൈലുകൾ, ഇതെല്ലാം കൂടാതെ 250-ഉം 450-ഉം കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ടാക്റ്റിക്കൽ മിസൈൽസ് വരെ KN-21, KN-18 എന്ന പേരുകളിലൊക്കെ നമ്മുടെ കിം ജോൺ ഉൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ 15,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങ് അമേരിക്കയുടെ ഹൃദയഭാഗത്ത് വരെ, വേണമെങ്കിൽ ന്യൂയോർക്കിലെ അടുക്കളയിൽ വരെ കൊണ്ടിടാൻ കഴിയുന്ന മിസൈൽ കിം ജോൺ ഉൻ പരീക്ഷിച്ചത്. ആ ബാലിസ്റ്റിക് മിസൈൽ കടലിൽ നിന്നും കരയിലേക്കും അതുപോലെ തന്നെ തിരിച്ചും വളരെ വ്യക്തതയോടെ, ക്ലാരിറ്റിയോടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള പരീക്ഷണവും കഴിഞ്ഞ മണിക്കൂറിൽ നടത്തി. ട്രംപ് മറ്റേ തിരക്കിലായത് കാരണം ഈ നോർത്ത് കൊറിയയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താനോ വേറെ അഭ്യാസങ്ങളുമായൊന്നും അങ്ങോട്ടേക്ക് ചെല്ലുന്നതേയില്ല. ചെന്നാൽ ഇറാന് കിട്ടിയതുപോലെയല്ല, അതിനേക്കാളും ഗംഭീരമായിരിക്കും അവിടുന്ന് ലഭിക്കുക എന്ന് ഈ പറയുന്ന ട്രംപിനറിയാം. ഏതായാലും കഴിഞ്ഞ ദിവസം ഹീറോ ആയത് കിം ജോൺ ഉൻ തന്നെയാണ്.